ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം അറിയാം, ബിഗ് ബോസ് പ്രേക്ഷകരാണ് നമ്മളെല്ലാവരും. മലയാളത്തില് എനിക്ക് തോന്നുന്നു 2-3 സീസണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പറയാന്. അപ്പൊ ഇത് പേഴ്സണലി ഒരു ഇതും വെച്ചിട്ട് പറയുന്നതല്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങള് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാ. ഇത് പി ആർ എന്താണെന്നും എങ്ങനെയാണിത്, പി ആർ എന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകാണ്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ സാധാരണ അച്ഛനും അമ്മമാരും ഈ കൂടുതൽ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെപ്പോലുള്ള ആൾക്കാരൊന്നും വോട്ട് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ്സ് കാണും, വിടും, നമ്മളൊരു ടൈം പാസ് രീതിയിൽ കാണുക, വിടുക. പക്ഷെ അങ്ങനല്ല, നമ്മുടെ വീട്ടിലിരുന്ന് കാണുന്ന നമ്മുടെ വീട്ടുകാരും നമ്മുടെ എന്താ പറയാ, നമ്മൾ പ്രായമുള്ള ഇതിനേന്ന് പറഞ്ഞ സീരിയല്, ഇങ്ങനെ ഷോസ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതവർക്കൊരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിയ ആൾക്കാരുണ്ട്. അവരിതുമായിട്ട് തന്നെ ഇരിക്കും. അവരാണ് ഈ വോട്ട് ചെയ്യുന്നത് കൂടുതലും. അപ്പൊ അവരുടെ വോട്ടുകൾ കൺസിഡർ ചെയ്യുക, അല്ലാണ്ട് ഈ ബൾക്കായിട്ടുള്ള നോർമൽ രീതിയിലല്ലാത്ത വോട്ടുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു എളിമയ അഭിപ്രായം. ഈ വീഡിയോ മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ അച്ഛനും അമ്മമാരും അങ്ങനെയുള്ള നമ്മുടെ പേരൻസ്, ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്താണ് പി ആർ എന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടില് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛന്, എൻ്റെ അമ്മ, അങ്ങനെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വോട്ട് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരോട് ചോദിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പി ആർ എന്തോന്ന് അവർക്ക് അറിയത്തില്ല. എൻ്റെ അച്ഛനൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ അമ്മമാർക്കും ഒന്നും പി ആർ, ഓക്കെ, അതിന്റെ മീനിങ് ഒക്കെ അറിയായിരിക്കും, പക്ഷെ അത് എന്താണ് ഇതിൽ കൂടെ നടക്കുന്നതെന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ അനുമോൾക്ക് പി ആർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം സത്യമാണെന്ന് അവർക്കറിയാം, നമുക്കതൊന്നും അറിയത്തില്ല, നമുക്ക് അതിനുള്ള തെളിവുകളില്ല. നമുക്ക് ഒരുപാട് ബൾക്കായിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത്, അവര് ചിലപ്പം ടെക്നിക്കലി അവർക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടാവും. അവര് ഓൺലൈൻ വഴി കുറെ എന്നുവെച്ചാൽ ഒന്നയക്കേണ്ടടത്ത് ചിലപ്പം 100 മെസ്സേജ് പോകുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവാം. പൈസ കൊടുത്ത് നമുക്ക് എന്തും നേടാൻ പറ്റുന്ന ഈ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ചെയ്യാൻ. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ ഒരു ഡിസ്കഷനും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്യുവർ ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ആണോ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ്. കാരണം അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് എന്റെ ഫോട്ടോ ഇട്ട് കുറെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി നമ്മളെ മെന്റലി അട്രാക്ട് ആക്കിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ വെറുപ്പിക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇതിന്റെ പിന്നില്. അപ്പൊ ഇതിനകത്ത് എല്ലാ മനുഷ്യരും നല്ല ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ അക്ബറിനെ എടുക്കുക, അക്ബർ ശരിയും പറഞ്ഞ ഒരു ജെന്യുവൻ മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ അനീഷിനെ എടുത്തു കഴിഞ്ഞാൽ, അനീഷ് ഒരു എന്താ പറയാ, ഒറ്റ വാക്കി പറഞ്ഞ ഒരു പാവ മനുഷ്യനാണ്. ഓക്കെ. അപ്പൊ ഞാൻ പുള്ളീന്റെ ആക്ടിങ് ആണ്, പുള്ളീന്റെ സംസാരമൊക്കെ ആക്ടിങ് ആണെന്ന് കരുതി, പുള്ളി ചിലപ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പുള്ളീന്റെ പഴയ വീഡിയോസ് ഒക്കെ ഞാൻ കുറെ ഇങ്ങനെ നോക്കിയപ്പോൾ പുള്ളി അങ്ങനെയാണ് സംസാരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു മനുഷ്യന്റെ സംസാര രീതി അങ്ങനെയാണ്. അപ്പൊ പുള്ളി ഒരു ജെന്യുവിൻ മനുഷ്യനാണെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി എന്താ പറയാ, നമ്മളുടെ ഒരു നോർമൽ മനുഷ്യനാണെന്ന് എനിക്കറിയത്തില്ല. കാരണം പുള്ളി ശുദ്ധമായ ഒരു മനുഷ്യനാണ് കേട്ടോ. നമുക്ക് കുശുമ്പ്, എന്താ പറയാ, ഏഷണി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെ ആരെയും കുറ്റം പറയുന്നതായിട്ടൊന്നും ഞാൻ ആ എപ്പിസോഡ്സിൽ കണ്ടിട്ടില്ല. പുള്ളിക്ക് എല്ലാവരോടും സ്നേഹമാണ്. അപ്പം എനിക്ക് ബേസിക്കലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിനെയാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും വിചാരിക്കും, നീ ഒരു പെണ്ണല്ലേ, നിനക്ക് എന്താ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തത്? ശരിയാ, ഞാൻ എൻ്റെ വീട്ടിൽ അനുമോൾക്ക് വോട്ട് കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പെൺകുട്ടികളാണ്. അപ്പൊ ഓഫ്കോഴ്സ് ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ എൻ്റെ മോളെ കൂട്ടല്ലേ ഉള്ളെന്ന് കരുതി ഒരുപാട് ദിവസങ്ങളിൽ അനുമോൾക്ക് വോട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. അതുപോലെ അനുമോള് കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അമ്മ പറയുന്നേക്കാം, അയ്യോ കഷ്ടം, കൊച്ചുകൾ ഭയങ്കര കരച്ചില്ല, കഷ്ടമല്ലേ. അപ്പം ഞാൻ പറയാം, അമ്മ ഇതൊരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് നമുക്കറിയത്തില്ല, അവര് ചിലപ്പോൾ ഇതൊരു ഗെയിമാണ്, ഒരു ഗെയിം ഷോ ആണ് ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ അവരുടെ ഗെയിം ആയിരിക്കാം അത്. അപ്പൊ കരയാൻ എല്ലാ മനുഷ്യർക്കും ആവും. അപ്പൊ കരയുന്നത് ചിലരുടെ മനസ്സിൽ ഒന്നും എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ആണ് പെട്ടെന്ന് കരച്ചിൽ വരുന്നത്. പൊതുവെ കരയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, കരയുന്നത് നല്ല കാര്യം തന്നെ. നമ്മുടെ ഇമോഷൻസിനെ കണ്ണീരിലൂടെ പുറത്തേക്ക് വിടുന്നത് നല്ല കാര്യമാണ്. പക്ഷെ
ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. നമുക്ക് ശരിക്കും മടുപ്പ് തോന്നാറുണ്ട്. ചില സമയത്ത് അനുമോള് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറുണ്ട്. അപ്പൊ അതിന്റെ അനുമോളുടെ ക്യാരക്ടർ ഓൾറെഡി നമ്മൾ അനുമോളുടെ പ്രോഗ്രാംസ് കണ്ടവർക്കറിയാം. അനുമോൾ അങ്ങനെയാണ്. അനുമോൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ്. അത് അനുമോളുടെ എന്താ പറയാ, തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ അനുമോളുടെ ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ചാല്, മറ്റുള്ള മനുഷ്യരെ, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണെന്ന് അറിഞ്ഞിട്ടും അനുമോള് കാണിക്കുന്ന ഒരു മനുഷ്യന്റെ പേഴ്സണലായിട്ടുള്ള ഒരു സ്വഭാവത്തെ അത് വൃത്തികേടാക്കി കാണിക്കുന്നുള്ള ഒരു സ്വഭാവം അനുമോക്ക് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ അക്ബറിനെ മോശം രീതിയിൽ എന്തൊക്കെയാ ബസ്സിന്റെ എന്തൊക്കെയാ പറഞ്ഞ് ആക്കി, നവീനെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ് എന്തൊക്കെയോ മോശം പറഞ്ഞു. അതുപോലെ എന്താ പല്ല് തേക്കത്തില്ല, നാറുന്നു, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് കുറവുകളുണ്ട്, നമ്മളാരും പെർഫെക്റ്റ് അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പം അതുകൊണ്ട് അതൊക്കെ പറഞ്ഞത് ഭയങ്കര മോശമാണ്, ഭയങ്കര മോശം. ആ ഒരൊറ്റ കാരണം കൊണ്ട്, ആ ഒരു കാരണം കൊണ്ട് എനിക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അക്ബർ എനിക്ക് ഭയങ്കര ഓക്കെ ഒരു മനുഷ്യനാണ് പുള്ളി. പിന്നെ അതുപോലെ നവീനെ എനിക്ക് ഭയങ്കര കാര്യമാട്ടോ. നവീൻ ഒരു എന്താ പറയാ, ഒരു കുഞ്ഞു പിള്ളേരെ പോലെ നവീൻ. പക്ഷെ പാവമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമുക്കടെ ഇവരുടെ റിയൽ ക്യാരക്ടർ ഒന്നും അറിയത്തില്ല. എനിക്ക് ജിസേലിനെ ആര്യനെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരൊക്കെ ഓക്കെ മനുഷ്യരായിരുന്നു. പക്ഷെ അവരൊക്കെ പോയി, അതൊക്കെ നല്ല വിഷമമുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെയാണ്. ഫൈനലി ഒരാളെ ചൂസ് ചെയ്യണമല്ലോ നമുക്ക്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിനെ മാത്രമാണ്. അനീഷിനെയാണ്. അപ്പൊ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അനീഷിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അനീഷിന് ഞാൻ കണ്ടിട്ടില്ല അനീഷിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോസോ, അനീഷിനെ ഷാനവാസിന്റെ കൂടെ ഫ്രണ്ട് എന്നുള്ള രീതി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അനീഷ് സൈഡിൽ ഉണ്ടാവാറുണ്ട്. ഷാനവാസ് ഫാൻ പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ ആയിട്ടുള്ള ഒരു PR വർക്കോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. പൊതുവെ നമ്മളെക്കൊണ്ടുള്ള സാധാരണക്കാരാണ് അനീഷിന്റെ ഒരു ഫോട്ടോയോ അനീഷിനെ സപ്പോർട്ട് ചെയ്തൊരു വാചകങ്ങളോ ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ. വോട്ട് എന്ന് പറയുന്നത് അവർക്ക്, ഈ ബിഗ് ബോസ് ഗെയിമിലുള്ള പാർട്ടിസിപ്പൻസിന് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ചൊരു തീരുമാനം എടുത്ത്, അതൊരു ലാസ്റ്റ് ഘട്ടമാണെങ്കിൽ അത് നല്ലതായിട്ട് തീരുമാനം എടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പം അത് മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാകരുത്. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ, അതിനകത്ത് ഒരു ഫൈനൽ ഒരു വ്യക്തി എന്തായാലും വരണം. ഇപ്പൊ അഖിൽമാരാർ വന്നു, പുള്ളിനെ നല്ല രീതിയിൽ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു റിയൽ ഓക്കെ മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഇന്നലെ കണ്ട ഒരു എപ്പിസോഡ് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ ഒരാഴ്ച കണ്ട എപ്പിസോഡ് കൊണ്ടോ നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇപ്പൊ അനീഷിനെ സ്ക്രീനിൽ സത്യം പറഞ്ഞാൽ ഞാൻ അനീഷിനെ കാണുന്നേ ഇല്ല. കരച്ചില്, കുറ്റം പറച്ചില്, വഴക്കിടല്, ഇത് മാത്രമേ കാണുന്നു. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാവർക്കും സ്പേസ് കൊടുക്കുക. ആൾക്കാരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡ്സ് ചെയ്യുക. ഫുൾ ടൈം കണ്ടിരിക്കാത്ത ആൾക്കാരല്ലേ എല്ലാവരും. ഇപ്പൊ 24 hours ഹോട്ട്സ്റ്റാറിൽ കണ്ടിരിക്കാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എപ്പിസോഡ്സിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. അനീഷിനൊന്നും കാണാനേ ഇല്ല. എന്താണ് ഇത്? ആകെ കാണുന്നത് അനുമോളെയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ അനുമോളുടെ ഇമോഷൻസിനെ ഇതാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആരാണോ അർഹതയുള്ളത്, നല്ല മനുഷ്യ, ഏറ്റവും ഇപ്പം 5 പേരും അല്ല 6 പേരും നല്ലതായിരിക്കും. എല്ലാവർക്കും നല്ലതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. എല്ലാവരും നല്ലവരും ചീത്ത എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ, നെഗറ്റീവ്സ് പോസിറ്റീവ്സ്. പക്ഷെ അതൊന്നും അല്ല. ഞാൻ പറഞ്ഞ ഏറ്റവും അർഹതയുള്ള ഒരാൾക്ക് കിട്ടട്ടെ. അത് അനീഷ് ആയിക്കോട്ടെ, അനു ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, നവീൻ ആയിക്കോട്ടെ, പിന്നെ നൂറ ആയിക്കോട്ടെ, ആർക്കും കിട്ടിക്കോട്ടെ. പക്ഷേ അത് അർഹതയുള്ള ഒരാൾക്ക് കിട്ടിയാൽ നമുക്കെല്ലാം സന്തോഷമാവും. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അയ്യോ കഷ്ടമായിപ്പോയി, അവർക്ക് കിട്ടണ്ടായിരുന്നു, ഇവർക്ക് കിട്ടണ്ടായിരുന്നു, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. നമസ്കാരം. ബൈ ബൈ.